AICC അംഗം അനിൽ അക്കര കേന്ദ്ര ഏജൻസിയുടെ ഏജന്റാണോ എന്ന കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് LDF തൃശൂർ ജില്ലാ കമ്മിറ്റി. രാത്രി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം ഇയാൾ ബാങ്കിലെത്തിയത് ദുരൂഹതയുണ്ടെന്ന് LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ പറഞ്ഞു. 2 സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളും 2 സ്ഥിര നിക്ഷേപങ്ങളും ഉൾപ്പെടെ CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള 4 അക്കൗണ്ടുകളാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത്. മുൻകൂട്ടി നോട്ടീസ് നൽകാതെയും വിശദീകരണം ആവശ്യപ്പെടാതെയുമായിരുന്നു നടപടി. BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി കാറിന്റെ നികുതി വെട്ടിച്ച കേസിൽ വിചാരണ തുടരാൻ കോടതി വിധിച്ചതിനു പിന്നാലെയാണ് കേന്ദ്ര ഏജൻസിയുടെ പ്രതികാരം. അതേസമയം പരിശോധനയ്ക്കായി ബാങ്കിലെത്തിയ IT ഉദ്യോഗസ്ഥർക്ക് പിന്നാലെ രാത്രിയിൽ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ബാങ്കിലെത്തിയതിൽ ദുരൂഹതയുണ്ട്. കേന്ദ്ര ഏജൻസിയുടെ ഏജന്റാണോ അനിൽ അക്കരയെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്ന് തൃശൂർ ജില്ലാ LDF കൺവീനർ KV അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. CPIM-നെതിരായിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ BJPയുടെ ഈ ജനാധിപത്യ വിരുദ്ധതയെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ AICC അംഗമായിട്ടുള്ള ഒരാൾ ഈ ഇൻകം ടാക്സ് റെയ്ഡിനോടൊപ്പം എന്തിനു വന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടിയില്ല. ഇന്ന് അദ്ദേഹം തൃശ്ശൂരിൽ പത്രക്കാരോട് പറഞ്ഞത് എനിക്ക് എവിടെ പോകാനും സർക്കാർ പാസ് നൽകിയിട്ടുണ്ട് എന്നാണ്. CPIM 1998 നിയമവിധേയമായി ആരംഭിച്ച ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ സംസ്ഥാന കമ്മിറ്റി മുഖേന ഇലക്ഷൻ കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ എതിർ സ്ഥാനാർത്ഥികളെയും പാർട്ടികളെയും അധികാരം ഉപയോഗിച്ച് വേട്ടയാടുന്നത് ജനാധിപത്യ വ്യവസ്ഥയെ തകിടമറിക്കുന്നതാണ്. രാഷ്ട്രീയപരവും നിയമപരവുമായി ഇതിനെ നേരിടുമെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. CPIM സംസ്ഥാന നേതൃത്വം ഇക്കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.